നേരിന്റെ പക്ഷത്തെന്നും ഈ കൂട്ടത്തെ കാണാൻ നെറുകേടിൻ പാതകളകലും സന്താപങ്ങൾ നീക്കാൻ നേരിന്റെ പക്ഷത്തെന്നും ഈ കൂട്ടത്തെ കാണാൻ നെറുകേടിൻ പാതകള जश्न है भारत रग रग में है जीत की आदत है സ്നേഹമുള്ളവരെ, ഇന്നിവിടെ രാജ്യത്തിൻ്റെ 77ാം റിപ്പബ്ലിക് ഡേ ആഘോഷിക്കുമ്പോൾ ഭരണസമിതിയെ, മംഗൽപാടി ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണസമിതിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സന്തോഷം കൂടിയാണ്. ദേശീയപാതയുടെ പ്രവൃത്തി ആരംഭിച്ച നാൾ മുതൽ ഞങ്ങളുടെ തൊഴിലാളികൾ കഷ്ടത്തിലാണ്. കൈക്കമ്പയിലെ ഓട്ടോ തൊഴിലാളികൾ അവർ റോഡിൻ്റെ സൈഡിൽ തന്നെ വാഹനം നിർത്തേണ്ട ഒരു അവസരം, ഓട്ടോ നിർത്തി വാടകയ്ക്ക് പോകേണ്ട ഒരു അവസ്ഥ. ഏത് സമയത്തും ഒരു അപകടം സംഭവിക്കാം. കാരണം ബസ്സുകളും മറ്റുള്ള വാഹനങ്ങളും വരുമ്പോൾ അവർ റോഡിൽ തന്നെയാണ് നിർത്തുന്നത്. കഴിഞ്ഞ ദിവസം പഞ്ചായത്തിൽ അവരുടെ സമയം നോക്കി രാത്രി 8 മണിക്ക് യോഗം വിളിച്ചു, അവരുമായി സംസാരിച്ചു. അപ്പോൾ ഇവിടെ 2 പെട്ടിക്കട ഉണ്ടായിരുന്നു. ഞങ്ങളെ പ്രിയപ്പെട്ട ഇതുവിച്ചൻ്റെയും മമ്മച്ചൻ്റെയും 2 പെട്ടിക്കട ഉണ്ടായി. ഇവരോട് ഞാൻ കഴിഞ്ഞ ദിവസം വന്ന് രാത്രി സംസാരിച്ചു. പലപ്പോഴും പഞ്ചായത്ത് നോട്ടീസ് കൊടുത്തതാണ്. പക്ഷേ ഞാൻ സെക്രട്ടറിയോടും മറ്റു ഉദ്യോഗസ്ഥർ പറഞ്ഞ് നിയമ നടപടി സ്വീകരിക്കണം. ഞാൻ അവരോട് പോയി സംസാരിക്കാമെന്ന് പറഞ്ഞു. കഴിഞ്ഞ ദിവസം രാത്രി വന്നു, ഇതുച്ചനോടും പിന്നെ മമ്മച്ചനോടും സംസാരിച്ചു. അവരോട് കാര്യം പറഞ്ഞു ബോധ്യപ്പെടുത്തി. അവർ സ്വമേധ ആ പെട്ടിക്കട അവിടെ നിന്ന് മാറ്റി. ഭീഷണിപ്പെടുത്തിനാ? നിങ്ങളെ പേടിപ്പിച്ചില്ല ഞാൻ? നിങ്ങൾ സ്വയം മാറിയതല്ലേ? സ്വയം മാറി. ഇപ്പോൾ ഹൈവേ സർവീസ് റോഡിൽ നിർത്തിക്കൊണ്ടുകഴിഞ്ഞാൽ ഓട്ടോ ഇവിടെ തൊട്ടടുത്ത് സ്ഥലത്തേക്ക് മാറ്റിയിരിക്കുകയാണ്. അതിൻ്റെ സന്തോഷം. ഇവിടെ ഈ നിൽക്കുന്നതിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരുണ്ട്, ഓട്ടോ യൂണിയൻകാരുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം ഈ ഒരു റോഡിൽ പിന്നെ വാഹനം ഓട്ടോ നിർത്തുന്നു എന്നുള്ളൊരു പ്രശ്നമായിരുന്നു. അത് ഇപ്പോൾ പരിഹരിച്ചു. ഇനിയിപ്പോൾ ഒരു പ്രശ്നം, തൊട്ടടുത്ത സ്ഥലം ബായാറിലേക്ക് പോകുന്ന ബസ് അവിടെ നിർത്തുന്നുണ്ട് എന്ന് RTOയോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. RTO നടപടി സ്വീകരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു കാരണവശാലും ബസ് ഇവിടെ ഈ ബായാറ് കൈക്കമ്പ പോകുന്ന സ്ഥലത്ത് നിർത്താൻ അനുവദിക്കുകയില്ല. അതായത് ബസ് സ്റ്റാൻഡുകളിൽ ബസ് നിർത്തണം കൂടി. ഇത് ഞങ്ങളുടെ ഐക്യത്തിൻ്റെ വിജയമാണ്. ജാതി മത രാഷ്ട്രീയ ഭാഷ വ്യത്യാസമില്ലാതെ എല്ലാവരും ഒരുമിച്ച് പഞ്ചായത്ത് ഭരണസമിതിയെ കൂടെ നിന്നു, നാട്ടുകാർ നിന്നു, വ്യാപാരികൾ നിന്നു. എല്ലാ ആളുകളുടെയും ഐക്യത്തോടു കൂടി ഇടപെട്ടത് കൊണ്ടാണ് ഇന്നിവിടെ ഈ കാര്യം ഞങ്ങൾക്ക് റിപ്പബ്ലിക് ദിനത്തിൽ യാഥാർത്ഥ്യമായിട്ടുള്ളത്. ഓക്കെ അല്ലേ? ഹാപ്പി അല്ലേ? ഓക്കെ, താങ്ക് യു സോ മച്ച്. ആയിക്കോണത് മൊമസ്റ്റിനി നിങ്ങളെ സ്വന്തം ഇഷ്ടപ്രകാരമല്ലേ പോയത്? നമ്മൾ ഭീഷണിപ്പെടുത്തിന ഗോൾഡൻ ഡ്രാമ ഇല്ലല്ലേ? അതെ, നമുക്ക് പേടിയാണ്. കാരണം എന്താ അറിയോ, നാട്ടിന്റെ വലിയ ചട്ടെല്ലാം കെട്ടിയിട്ടുണ്ടായി. ഇവർക്ക് ബോധ്യപ്പെട്ടു. ഞാനിതാ ഈ രണ്ടിന്റെ ഗ്യാപ്പിൽ ഒരു ചെറിയൊരു ബെച്ച് ആയിക്കോട്ടെ. നമുക്കത് യൂസ് അല്ല. അവർക്ക് ബുദ്ധിമുട്ടാണ്. ഞങ്ങൾക്ക് ഉള്ളിൽ കണ്ടത് വരാതിരിക്കും. ബ്ലോക്കാക്കല.